ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗുണ്ടകളുടെ കത്തിമുന കൊണ്ട് കൃഷ്ണന് ഗുരുതരമായി പരിക്കേൽക്കുകയും ഐസിയുവിന് മുന്നിലിരുന്ന് സുജാത ആകെ തകർന്ന് കരയുകയും ചെയ്യുകയാണ്. സാഗർ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സുജാതയുടെ കുറ്റബോധം മാറുന്നില്ല. ഞാനാണ് എല്ലാം കാരണമെന്നും ഞാനല്ലേ അവനെ നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുപോയത്, ഞാനായിട്ട് എന്റെ മോനെ ഓരോ ആപത്തിൽ കൊണ്ടുപോയി ചാടിക്കുകയാണ്, ഞാൻ എന്റെ മോനെ കൊലയ്ക്ക് കൊടുത്തെന്നെല്ലാം സുജാത പറയാൻ തുടങ്ങുമ്പോഴേക്കും സാഗർ സുജാതയുടെ വാ പൊത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ആര് പറഞ്ഞു? നീ ഒന്ന് ഓർത്തു നോക്ക്, നമ്മുടെ മോൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അവിടെ ആരെയെങ്കിലും ആ ഗുണ്ടകളെ വെട്ടിക്കൊല്ലുമായിരുന്നില്ലേ? അവരെ രക്ഷിക്കാൻ ദൈവമായിട്ടാണ് നമ്മുടെ മോനെ അവിടെ എത്തിച്ചത്. നമ്മുടെ മോനാണ് ആ കുടുംബത്തെ രക്ഷിച്ചത്. കൺമണിയുടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തക്കാർ തന്നെയല്ലേ. അതുകൊണ്ട് നമ്മുടെ മോനെ ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് സുജാതയുടെ കണ്ണുനീരെല്ലാം തുടച്ചു കൊടുക്കുകയാണ് സാഗർ. ഇതേ സമയത്ത് കൺമണിയുടെ കോള് സാഗറിന് വരുന്നുണ്ടെങ്കിലും സാഗർ ആ കോളെല്ലാം റിജക്ട് ചെയ്ത് വിടുകയാണ്. കൺമണിയോട് തനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല, ഞാൻ അവളെ പിന്നെ വിളിച്ചോളാമെന്ന് സാഗർ പറയുന്നുണ്ട്. എന്നിട്ട് സുജാതയ്ക്ക് ധൈര്യം കൊടുക്കാനായിട്ട് ആശുപത്രിയിൽ നിന്ന് മോനെയും കൊണ്ട് ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നപ്പോഴും എന്റെ കൈ വിറച്ചിട്ടില്ല. കാരണം എനിക്കറിയാം എന്റെ മോൻ തിരിച്ചു വരുമെന്ന്. ആ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് സുജാതയോടും ധൈര്യമായിട്ട് തന്നെ ഇരിക്കാൻ പറഞ്ഞ് സുജാതയ്ക്ക് ധൈര്യം കൊടുക്കാൻ ശ്രമിക്കുകയാണ് സാഗർ. മറുഭാഗത്ത് സാഗർ ഫോൺ എടുക്കാത്തതിൽ കൺമണി ആകെ പരിഭ്രാന്തിയിലായി. കൺമണി അങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ ശ്രീനിവാസൻ അരികിലെത്തി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൺമണിയുടെ മനസ്സാണെങ്കിൽ കൃഷിന്റെ അവസ്ഥയെ ഓർത്ത് നീങ്ങുകയായിരുന്നു. കൺമണി പറയുന്നത്, കുറച്ചു നേരം മുമ്പ് എന്തൊക്കെയാ ഈ വീട്ടുപറ്റത്ത് നടന്നത്? എന്റെ ഏട്ടൻ കൃഷ് സാർ ഇവരെല്ലാം നമുക്കൊപ്പം കളിച്ചിരിച്ച് സന്തോഷിച്ചു നിന്നവരല്ലേ, പെട്ടെന്നല്ലേ എല്ലാം മാറി മറിഞ്ഞത്. എനിക്കെന്തോ ഇതൊക്കെ കണ്ടിട്ട് പേടിയാവുകയാണ്. ഇത്രയും നേരം സാഗരങ്കിളിനെയും ആന്റിയെയും ഒക്കെ ഞാൻ ട്രൈ ചെയ്തു, ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പോഴേക്കും ഗോകുലും അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് വരികയാണ്, അച്ചച്ചാന്ന് വിളിച്ചുകൊണ്ട്. ഗോകുലിനെയും ശ്രീനി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൺകുട്ടികൾ ഇങ്ങനെ കരയാൻ പാടില്ലെന്നും ഇവിടെ ഇപ്പോൾ ഉണ്ടായതെല്ലാം നമ്മൾ ശരിയാക്കും. അതേസമയം ഗോകുല് ചോദിക്കുന്നുണ്ട്, അച്ഛനെ പോലീസുകാർ എന്തെങ്കിലും ചെയ്യുമോന്ന്. അപ്പൊ ശ്രീനി പറയുന്നത്, എന്ത് ചെയ്യാൻ, അതൊക്കെ സിനിമയിലല്ലേ മോനെ. ഇതിപ്പോ അവർക്കൊരു സംശയം, അത് തീർക്കാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് പോയത്. മോൻ വിഷമിക്കണ്ട, നാളെ രാവിലെ തന്നെ അച്ഛനൊരു വക്കീലിനെയും കൂട്ടി സ്റ്റേഷനിൽ പോകാം. അച്ഛനെ അവിടെ നിന്ന് ഇറക്കി നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഞാൻ നിർത്തും. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഗോകുലിനെ സമാധാനിപ്പിച്ച് അയക്കുകയാണ് ശ്രീനി. കൺമണി പിന്നെയും സാഗറിനെയും സുജാതയും ഒക്കെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവരാരും കോൾ എടുക്കുന്നില്ല. തൊട്ടടുത്ത നിമിഷം ധനലക്ഷ്മി ഗോകുലിനെയും കുട്ടിക്കൊണ്ട് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ശ്രീനിയോടായിട്ട് ചോദിക്കുകയാണ്, അച്ഛനിവനെ പറഞ്ഞയച്ചല്ലോ എന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറഞ്ഞിട്ട്. അല്ല, എന്തും പറഞ്ഞ ഞാൻ സമാധാനിക്കേണ്ടത്? ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണ്ണമാണ് അവര് നിസ്സാരമായിട്ട് കൊണ്ടുപോയത്. ഇനി ഈ ജന്മത്ത് അത്രയും സ്വർണ്ണമൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റുമോ? മനോജേട്ടനെ പോലീസും കൊണ്ടുപോയി. എല്ലാ നഷ്ടങ്ങളും എനിക്കും എന്റെ മോനും മാത്രം. ഇത് കേൾക്കുന്ന ശ്രീനി ഉടനെ ചോദിക്കുന്നുണ്ട്, ധനലക്ഷ്മി എന്താ നിന്റെ ശരിക്കുള്ള പ്രശ്നം? ഗുണ്ടകളുടെ സ്വർണം കൊണ്ടുപോയതോ അതോ മനോജിനെ പോലീസ് കൊണ്ടുപോയതോ എന്ന്? രണ്ടായാലും ഈ ബഹളം കൊണ്ട് നഷ്ടങ്ങൾ മുഴുവൻ സംഭവിച്ചത് എനിക്കല്ലേ എന്നാണ് ധനലക്ഷ്മി ചോദിക്കുന്നത്. ഭർത്താവും പോയി, കയ്യിലിരുന്ന സ്വർണവും പോയി, ഇവിടെ ആർക്കും ഒരു പ്രയാസവും ഇല്ല. പക്ഷെ ശ്രീനി പറയും, എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഇന്ന് ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ നിന്റെ മാത്രം പ്രശ്നങ്ങളല്ല. നിന്റെ ഭർത്താവുന്നതിന് മുമ്പ് അവൻ എന്റെ മകനല്ലേ. നിന്നെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഏതായാലും പിരിമുറുക്കം നിറഞ്ഞ ഈ അന്തരീക്ഷത്തിനിടയിലും ധനലക്ഷ്മി തന്റെ സ്വഭാവം മാറ്റുന്നില്ല. എല്ലാവരെയും കുറ്റപ്പെടുത്തിയും പഴിചാരിക്കൊണ്ടും ധനലക്ഷ്മി അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. ഇതിപ്പോ എന്തൊക്കെയായി കുടുംബത്തിൽ നടക്കുന്നത്? ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. എന്തൊക്കെയാണോ ഈ കുടുംബത്തിൽ നിന്ന് നടക്കാൻ പോകുന്നത്? പോലീസുകാർ ഈ വീട്ടിൽ കയറി ഇറങ്ങി ഇവിടെയുള്ള എല്ലാവരെയും ചിലപ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുപോയെന്ന് വരും. ഈശ്വര, സ്റ്റേഷനിൽ പോകുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാണെന്നൊക്കെ ധനലക്ഷ്മി പറയുന്നത് കേട്ടിട്ട് ധനലക്ഷ്മിയോട് നിർത്താൻ ആജ്ഞാപിക്കുന്നുണ്ട് സുലോചന. എന്നിട്ട് ഗോകുലിനെ അവിടെ നിന്ന് സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുന്നു. കൺമണിയും സങ്കടത്തോടുകൂടി തന്നെ ധനലക്ഷ്മിയോട് പറയുകയാണ്, ഏട്ടത്തി ഇങ്ങനെയൊന്നും പറയല്ലേ, നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടായതാണോ ഇതൊക്കെ? പക്ഷെ ധനലക്ഷ്മി വീണ്ടും കൺമണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, നിനക്കത് പറയാം, നിന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ, നിനക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എന്റെ ഭർത്താവിനെയാണ് പോലീസുകാർ കൊണ്ടുപോയത്. ആ പറഞ്ഞത് കേട്ട് കൺമണിക്ക് ദേഷ്യം വരുന്നുണ്ട്. കൺമണി ധനലക്ഷ്മിയോട് ചോദിക്കുകയാണ്, അപ്പൊ കൃഷ് സാറിന്റെ കാര്യമൊന്നും ഇത്രയും നേരമായിട്ടും സാറിന്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല. ഒന്നും പറ്റാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പുച്ഛത്തോടെയാണ് ധനലക്ഷ്മി സംസാരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസുകാർ നമ്മുടെ പിന്നാലെ കൂടും. ധനലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടതും കൺമണിക്കൊക്കെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. കൃഷിന്റെ ജീവനേക്കാൾ സ്വന്തം സമാധാനത്തിന് വില നൽകുന്ന സ്വഭാവം കൺമണിയെ ശരിക്കും ദേഷ്യം പഠിപ്പിക്കുന്നുണ്ട്. ധനലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് ദേഷ്യം വരുന്ന സുലോചനയും ധനലക്ഷ്മിയോടൊന്ന് നിർത്താൻ പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്റെ വിഷമം ആരോട് പറയും? ഒരു വശത്ത് എന്റെ മകൻ, മറുവശത്ത് എന്റെ മോളുടെ ഭാവി ആലോചിച്ചിട്ട് എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറുകയാണ്. ശ്രീനിയുടെ വാക്കുകളെല്ലാം കേട്ടപ്പോൾ ധനലക്ഷ്മി ഒരു നിമിഷം നിശബ്ദയായി. കൺമണിയാണെങ്കിലും ധനലക്ഷ്മിയെ രൂക്ഷമായി നോക്കി വെറുപ്പും പുച്ഛവും കലർന്ന ഭാവത്തോടെ അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഐസിയുവിന് മുന്നിൽ കാത്തിരുന്നും അടുത്ത സുജാത ആകെ അസ്വസ്ഥയോടെ പറയുന്നുണ്ട്, സാഗർ ഇത് എത്ര നേരമായി? ആരും പുറത്തിറങ്ങുന്നില്ല, ഒന്നും പറയുന്നുമില്ല. നമുക്കൊന്ന് അകത്ത് കയറി ഡോക്ടറെ കണ്ടാലോ? എന്തെങ്കിലും ഒരു അറിവ് കിട്ടണ്ടേ? അപ്പോ സാഗർ സുജാതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്,
വേണ്ട സുജാതൻ, അവരിപ്പോ അവനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളിടയിൽ കയറി അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല. സുജാതയ്ക്കാണെങ്കിൽ കൃഷ്ണനെ കുറിച്ച് ഓർത്ത് അപ്പോഴും സമാധാനമില്ല. ആ സമയത്ത് സാഗർ സുജാതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ എന്താ കരുതിയത് ഞാനിവിടെ സമാധാനത്തിലിരിക്കുകയാണെന്ന്? അവന്റെ അച്ഛനായ എനിക്കും അവനെക്കുറിച്ച് നല്ല ടെൻഷനുണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് രക്തം പോയി, അത്രയല്ലേ ഉള്ളൂ. കൃത്യസമയത്ത് അവനെ നമുക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയില്ലേ? അതുകൊണ്ട് നമ്മുടെ മോൻ പഴയതുപോലെ എഴുന്നേറ്റ് വരുമെന്നെല്ലാം പറഞ്ഞ് സാഗർ സുജാതയെ ആശ്വസിപ്പിക്കുന്ന ആ സമയത്താണ് ഡോക്ടർ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. സുജാത വെപ്രാളത്തോട് ചോദിക്കുന്നുണ്ട് ഡോക്ടറോട്, എന്റെ മോൻ ഇപ്പൊ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പൊ ഡോക്ടർ അറിയിക്കുന്നുണ്ട്, കൃഷിന്റെ ശരീരത്തിലേറ്റിരിക്കുന്ന മുറിവുകൾ അത്ര ആഴത്തിലുള്ളതൊന്നുമല്ല, മുറിവ് ഡീപ്പല്ലെന്നേ ഉള്ളൂ, ബ്ലീഡിംഗ് നിൽക്കുന്നില്ല. പക്ഷേ ഇത് കേട്ട് നിങ്ങൾ നെർവസ് ആവണ്ട, ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ശേഷം ചോദിക്കുകയാണ്, കൃഷിന്റെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ എപ്പോഴെങ്കിലും ബ്ലഡ് ക്ലോട്ട് ആവാത്ത അവസ്ഥ വന്നിട്ടുണ്ടോ? എന്റെ ഓർമ്മയിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് സാഗർ മറുപടി കൊടുക്കുന്നത്. സുജാത പറയുന്നതും അത് തന്നെ. ചില ക്ലാരിഫിക്കേഷൻസിന് വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു. ഡോക്ടർ അങ്ങനെ ചോദിച്ചതിനെ കുറിച്ച് ഓർത്ത് ആശങ്കയിലാവുകയാണ് സുജാത വീണ്ടും. എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടായിരിക്കും എന്ന് സാഗറിനോട് ചോദിക്കുമ്പോൾ സാഗറിന് എന്ത് പറയണമെന്ന് അറിയില്ല. തുടർന്ന് സുജാത പറയുന്നുണ്ട്, കുഞ്ഞിലെ മുതൽ അവനെ പൊന്നു പോലെയല്ലേ ഞാൻ നോക്കിയത്. സാധാരണ കുഞ്ഞുങ്ങൾ വീഴുമ്പോഴുള്ള മുറിവുകൾ പോലും അവനുണ്ടായിട്ടില്ല. കളിക്കുമ്പോഴെല്ലാം ചെറിയ ചെറിയ പോറലുകൾ വന്നതൊഴിച്ചാൽ വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ അങ്ങനെ ചോദിച്ചത്? ഇനി ബ്ലീഡിംഗ് നിൽക്കാതായാൽ അത് വലിയ പ്രശ്നമാകും. അതേസമയം സാഗർ സുജാതയ്ക്ക് സമാധാനം നൽകിക്കൊണ്ട്, ഡോക്ടർ പറഞ്ഞല്ലോ അവന്റെ മുറിവുകൾ അത്ര ആഴത്തിലുള്ളതല്ല, എടോ അധികം കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. സുജാതയോട് വീണ്ടും ധൈര്യമായിട്ട് തന്നെ ഇരിക്കാൻ സാഗർ ഉപദേശിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് വരുണിന്റെ ആളുകൾ മാനസയെ ഒരു വലിയ ബാഗിലാക്കി വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞല്ലോ. ആ വഴിയിലൂടെ പോയ ചിലർ റോഡരികിൽ കിടക്കുന്ന ആ ബാഗ് ശ്രദ്ധിക്കുന്നു. ബാഗിനുള്ളിൽ നിന്ന് ചെറിയൊരു അനക്കവും ഞരക്കവും ഒക്കെ കേട്ടതോടെ അവരാകെ ഭയപ്പെടുന്നു. ഇതെന്തായിരിക്കും ഇതിനുള്ളിൽ എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് അവർ പേടിയുടെ ബാഗ് തുറന്നു. ഉള്ളിൽ ബോധമില്ലാതെ കിടക്കുന്ന മാനസയെ കണ്ട് അവരെല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ കുട്ടിയെ കണ്ട സ്ഥിതിക്ക് നമുക്ക് ഉടനെ പോലീസിൽ അറിയിക്കാമെന്ന് അതിലൊരാൾ പറയുന്നത് കേട്ടിട്ട് മാനസ മനസ്സിൽ ചിന്തിക്കുന്നത്, ദൈവമേ ഇവര് പോലീസിനെ എങ്ങനെ അറിയിച്ചാൽ ഞാൻ പെടും, അതുകൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റുമെന്നുള്ള ചിന്തയിൽ മാനസ അവർക്ക് മുമ്പിൽ ചാടി എഴുന്നേറ്റിട്ട്, നിങ്ങളെല്ലാവരും പേടിച്ചോന്നൊക്കെ ചിരിച്ചു കളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അന്തം വിട്ടു നിൽക്കുന്ന ആളുകൾക്കൊന്നും മനസ്സിലായില്ല. മാനസ ഉടനെ നേരെ കിടക്കുന്ന കാറിനുള്ളിലേക്ക് നേരെ നോക്കി കൈവീശി കാണിച്ചു. എന്നിട്ട് പറയുകയാണ്, പ്രിയ സുഹൃത്തുക്കളെ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ അഭിനയം? കലക്കിയില്ലേ? ഇന്നത്തെ സേവ് മൈ ലൈഫ് എന്ന ഷോയിൽ എന്റെ കൂടെ ഉള്ളത് ഈ കാണുന്ന നാട്ടുകാരാണ്. വഴിയരികിലെ ഒരു ബാഗിനുള്ളിൽ എന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ കണ്ടാൽ പബ്ലിക് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാനായിരുന്നു ഈ വീഡിയോ. മാനസ ഇത് പറയുമ്പോഴും അവിടെ നിൽക്കുന്നവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. എന്താണ് ഇതൊക്കെ എന്ന് അതിലുള്ള ഒരാൾ ചോദിച്ചപ്പോൾ മാനസ പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ചേട്ടാ ഇതൊരു TV ഷോ ആണ്. ഈ പാർക്കിന്റെയും വഴിയുടെയും പലയിടങ്ങളിലായി രഹസ്യ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും കർത്തവ്യ ബോധമുള്ള പൗരന്മാരാണ് കേട്ടോ. നിങ്ങളെപ്പോലുള്ളവർ ഉള്ളതുകൊണ്ടാണ് ഈ നാട് നന്നാകുന്നത്. നിങ്ങൾക്ക് ഇതിനുള്ള സമ്മാനം ചാനലിൽ നിന്ന് അയച്ചു തരും. മാനസയുടെ ഈ തള്ളലെല്ലാം കേട്ടതും അവർക്കും ആവേശമായി. അവരതൊക്കെ വിശ്വസിച്ചു പോവുകയാണ്. എന്നാണ് ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് അതിലുള്ള ഒരു ലേഡി ചോദിച്ചപ്പോൾ മാനസ പറയുന്നത്, ഇതൊരു ലൈവായിരുന്നു, കേരളം മുഴുവൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും അങ്ങോട്ട് നോക്കി ഒരു ഹായ് പറയാൻ മാനസ പറഞ്ഞതും എല്ലാവരും കാറിനുള്ളിലേക്ക് നോക്കി. അവിടെ ക്യാമറ ഉണ്ടെന്ന് കരുതി ഹായൊക്കെ കൊടുക്കുകയാണ്. അവരുടെ ശ്രദ്ധ മുഴുവൻ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ കാറിലേക്കാണെന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ മാനസ അവിടെ നിന്നും എസ്കേപ്പ് ആവുകയും ചെയ്തു. കൃഷിന്റെ വിവരങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ കൺമണി പിന്നെ ശ്രീനോട് ചോദിക്കുകയാണ്, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ, കൃഷ് സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ അവിടുത്തെ വിവരം അറിയാൻ കുറേ തവണ വിളിച്ചു നോക്കി, പക്ഷേ സാറോ അമ്മയോ ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കൺമണി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുന്നു. ശ്രീനി കൺമണിയോട് പറയുകയാണ്, മോളുടെ അവസ്ഥയെല്ലാം അച്ഛന് മനസ്സിലാവും, പക്ഷേ അവരാരും ഫോൺ എടുക്കാത്ത സ്ഥിതിക്ക് ഇപ്പൊ ആശുപത്രിയിൽ പോകുന്നത് അത്ര നല്ലതിനല്ലെന്നാണ് അച്ഛൻ പറയുക. എന്റെ മോൾ ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നലെ ഇവിടെ വെച്ച് മുറിവേറ്റ് പോകുന്നത് നമ്മൾ കണ്ടതല്ലേ, മുറിവത്ര ആഴത്തിലുള്ളതല്ലാന്ന് നമുക്ക് മനസ്സിലായതുമാണ്. ഉടനെ കൺമണി പറയും, മുറിവ് വലുതോ ചെറുതോ എന്നുള്ളതിലല്ല അച്ഛ, എന്തുമാത്രം ചോരയാ നഷ്ടപ്പെട്ടത്. ഹോസ്പിറ്റലിൽ ചെന്ന് മുറിവ് വെച്ച് കിട്ടി, കൃഷു അച്ഛനും അമ്മയൊക്കെ വീട്ടിലിപ്പോ ചെന്ന് കാണുമെന്ന് ശ്രീനിവാസൻ തന്റെ തോന്നൽ കൺമണിയോടായിട്ട് പറഞ്ഞപ്പോ, വീട്ടിൽ ചെന്നെങ്കില് കൃഷ് സാർ എന്നെ വിളിക്കാതിരിക്കുമെന്നാണ് കൺമണിയുടെ തിരിച്ചുള്ള ചോദ്യം. അപ്പൊ ശ്രീനി, മോളെ അച്ഛൻ എന്തോ ഒരു ഭയം, ചിലപ്പോ എന്റെ തോന്നലായിരിക്കാം, അതെന്താണെന്ന് കൺമണി ചോദിക്കുന്നുണ്ടെങ്കിലും അത് തുറന്നു പറയാനാവാതെ ശ്രീനി അവിടെ നിന്നും മാറുകയാണ് കൺമണിക്ക് മുന്നിൽ നിന്നും. പക്ഷേ കൺമണി പിന്നെയും ശ്രീനിയുടെ പിന്നാലെ ചെന്ന് എന്താണ് അച്ഛൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശ്രീനി പറയും, ഇന്നലെ മുതലേ അവര് നിന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാത്ത സ്ഥിതിക്ക് അവർക്ക് നമ്മളോട് എന്തോ നീരസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ മുന്നിൽ നിന്റെ ഏട്ടൻ മനോജ് ഒരു കുറ്റക്കാരനല്ലേ, ഒരു ഗതികെട്ട അവസ്ഥയിൽ ചെയ്തു പോയതാണെങ്കിലും തെറ്റ് തന്നെയല്ലേ. അവന് മാപ്പ് കൊടുക്കാനും അവനെ മനസ്സിലാക്കാനും നമുക്ക് കഴിയും, മറ്റുള്ളവർ അങ്ങനെ ചിന്തിക്കണമെന്നില്ലല്ലോ. ശ്രീനി അങ്ങനെ പറയുന്നുണ്ടെങ്കിലും കൺമണി വിശ്വസിക്കുന്നത് നമ്മുടെ അവസ്ഥ കൃഷ് സാറിനും കൃഷ് സാറിന്റെ വീട്ടുകാർക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് തന്നെയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അവർ വീട്ടിലെത്തിയിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാനൊന്ന് വിളിച്ച് കാര്യം തിരക്കട്ടെ. പക്ഷേ ശ്രീനി അതൊന്നും വേണ്ടെന്നാണ് കൺമണിയോട് പറയുന്നത്. ഏതായാലും അവരുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമാകട്ടെ, അത് കഴിഞ്ഞിട്ട് മതി വിളിക്കുന്നത് മറ്റുമെന്നൊക്കെ ഉപദേശിക്കുകയാണ് ശ്രീനി കൺമണിയെ. ഇവിടെ മാനസിക കാണാതെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്
ജയമോഹനും ഹേമയും. നമുക്ക് പോലീസിനെ വിവരം അറിയിച്ചാലോ എന്ന് ഹേമ ചോദിക്കുമ്പോൾ ഇനിയും പോലീസിനെ വീട്ടിലൊക്കെ കയറ്റി ഉള്ള സമാധാനം കൂടെ കളയണമെന്ന് ചോദിക്കുകയാണ് ദേഷ്യത്തോടെ ജയമോഹൻ തിരിച്ച്. എന്തായാലും അവരങ്ങനെ മാനസയെക്കുറിച്ച് ഓർത്ത് ആകലപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് മാനസ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. മാനസ ജയമോഹനെയും ഹേമയും കണ്ടിട്ടും ഒന്നും മിണ്ടാതെ മുകളിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അതുകണ്ട് ഹേമ മാനസയെ പിടിച്ചു നിർത്തിയിട്ട്, നീ ഇത് എവിടെയായിരുന്നു? ഇന്നലെ രാത്രി മുതൽ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. നിന്റെ ഫോണിൽ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ്. എന്താ പറ്റിയത്? ഞാനും അച്ഛനും എത്ര ടെൻഷൻ അടിച്ചു നിനക്കറിയൂ? മാനസ അറിയിക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ ഫംഗ്ഷന്റെ ഇടയിൽ നിന്ന് പകുതി വെച്ച് ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. അവിടെയായിരുന്നു ഇന്നലെ. ഇത് കേൾക്കുന്നതും എങ്കിൽ പിന്നെ അക്കാര്യം ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഹേമ. അപ്പം മാനസ ഒരു കള്ളം തട്ടിവിടുകയാണ്. ആ ഫംഗ്ഷന്റെ ഇടയിൽ വെച്ച് എന്റെ ഫോൺ എവിടെയോ പോയി. അതിപ്പോ ആ കൺമണിയുടെ വീട്ടിലായിരിക്കും. ഹേമ വീണ്ടും ഫോൺ എങ്ങനെ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ മാനസ പറയുകയാണ്, എന്റെ അമ്മ എന്നെ ചോദ്യം ചെയ്യലൊക്കെ ഒന്ന് നിർത്തി എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോട്ട് വാ. ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം ഞാനൊന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും തരാൻ പറ്റുമെങ്കിൽ താൻ. ഹേമ കിച്ചണിലേക്ക് പോകുന്നു. ഹേമ അവിടെ നിന്ന് മാറിയതും ജയമോഹൻ പിന്നെ മാനസയോട്, നീ ഇന്നലെ അവിടെ പോയതല്ലേ, ശരിക്കും എന്താ അവിടെ ഉണ്ടായത്? ജയമോഹന്റെ ചോദ്യം കേട്ട് മാനസ മനസ്സിൽ വിചാരിക്കുന്നത്, എന്ത് കാര്യം അവർ ചോദിക്കുന്നത്? എനിക്കാണെങ്കിൽ ഒരു കുന്തം അറിയില്ലെന്ന് ഞാൻ എങ്ങനെ പറയും എന്നൊക്കെ ആലോചിക്കുകയാണ്. ജയമോഹൻ പറയുന്നുണ്ട്, എല്ലാം നിനക്ക് അറിയാമെന്ന് ഞങ്ങൾക്കറിയാം. ഇത്രയും പ്രശ്നങ്ങളുണ്ടായി, ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ വരെ അറിഞ്ഞു. ഇത്രയും കേട്ടതോടെ മാനസിക തോന്നുകയാണ് വരുൺ എന്തെങ്കിലും പണി പറ്റിച്ചിട്ടുണ്ടാവും എന്നിങ്ങനെ. അതുകൊണ്ട് തന്നെ മാനസ ചാടിക്കേറി പറയും, എന്തുണ്ടാവാൻ, അവിടെ ഹൽദി ഫംഗ്ഷൻ എല്ലാം പൊളിഞ്ഞിട്ടുണ്ടാവും. അല്ല, നിങ്ങളോട് ഇത് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഹേമ വന്നിട്ട് പറയുകയാണ്, കൊള്ളാം, നാട്ടിൽ മുഴുവൻ സംഗതി ഇപ്പൊ പാട്ടായ മട്ട. മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും ഇപ്പൊ ലോക്കപ്പിലാണെന്നുമാണ് അറിഞ്ഞത്. അറിഞ്ഞിടത്തോളം അവൻ ഇനി ഉടനെ ഒന്നും പുറത്തിറങ്ങാൻ സാധിക്കില്ല. അതെങ്ങനെ ഇറങ്ങും? കേസ് മയക്കുമരുന്നല്ലേ. അമ്മാതിരി കേസിൽ നിന്നൊക്കെ ഓരി പോരാൻ കുറച്ച് പാടാ. കല്യാണവും ഏകദേശം മുടങ്ങുന്ന മട്ട് തന്നെ. മയക്കുമരുന്ന് കേസിൽ ജയിലിലായ ഒരുത്തന്റെ പെങ്ങളെ സാഗർ കൃഷ്ണനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കില്ല. നമ്മുടെ മോളെ പരസ്യമായി ഇത്തരത്തിലൊരു കേസിൽ അവമാനിച്ചവരല്ലേ അവരനുഭവിക്കണം. ജയമോഹൻ പറഞ്ഞതിനോടെല്ലാം യോജിക്കുന്നുണ്ട് ഹേമയും. അല്ലെങ്കിലും കല്യാണ ചെറുക്കന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പിന്നെ എന്ത് കല്യാണമെന്ന് ചോദിക്കുകയാണ് ഹേമ. ജയമോഹന്റെയും ഹേമയുടെയും സംസാരത്തിൽ നിന്ന് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കുകയാണ് മാനസയും. കൃഷ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയോന്ന് മാനസ ചോദിച്ചപ്പോൾ ഇല്ലെന്നുള്ള ഹേമയുടെ മറുപടി കേട്ട് ഒന്നും കൂടെ സന്തോഷമാവുകയാണ് മാനസയ്ക്ക്. മാനസ തുടർന്ന് പറയുന്നുണ്ട്, അമ്മേ, എനിക്കിന്ന് കാര്യമായിട്ട് തന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണം. ശേഷം വരുണിന്റെ കാര്യം മാനസ ചോദിച്ചപ്പോൾ കാശിറക്കി റിസ്ക് എടുത്ത് തന്നെയാ അവനെ ഞാൻ പുറത്തിറക്കിയത്. അതൊക്കെ വെറുതെയായി. അവനെ അവിടെ നിന്ന് പോലീസ് പൊക്കി. നമ്മുടെ ഭാഗ്യം കൊണ്ട് ആ ആഘോഷം ഇങ്ങനെയൊക്കെ അവസാനിച്ചത്. ഇനി അവൻ ജയിലിൽ പോകാതിരിക്കാൻ ഞാൻ കാശ് വേറെ ഇറക്കേണ്ടി വരും. അതും പറഞ്ഞ് ദേഷ്യത്തോടെ പോകുന്നുണ്ട് ജയമോഹൻ. ഇനി അങ്ങോട്ട് ഞാൻ ജയിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് വരുന്നതെന്നും കൃഷിന്റെ ഈ അവസ്ഥയും വീട്ടിലെ ബാളങ്ങളും എല്ലാം എനിക്ക് അനുകൂലമാണ്. ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് മനക്കൊട്ട കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് മാനസ.